കൊടും തണുപ്പിൽ വരൾച്ചയും സഹിക്കാൻ കഴിവുള്ള വൃക്ഷമാണ് ആഞ്ഞിലി അഥവാ അയ്യണി, അയ്യിനി, അനിപ്ലാവ്. ഭക്ഷ്യയോഗ്യവും ചക്ക, കടച്ചക്ക എന്നിവയോട് സാദൃശ്യമുള്ളതുമായ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് ഇത്. ഇതിൻ്റെ ഫലം ആഞ്ഞിലിച്ചക്ക, ആഞ്ഞിലിപ്പഴം, മറയപ്പഴം, എനിച്ചക്ക, ആനിക്കവിള, അയ്യണിച്ചക്ക, അയ്യിനിപ്പഴം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. മുൻകാലങ്ങളിൽ കേരളത്തിൽ ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായ കാലത്ത് ആഞ്ഞിലിച്ചക്ക ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്കും തോരനും കേരളീയരുടെ വർഷകാല ഭക്ഷണത്തിലെ പ്രധാന ഇനങ്ങളായിരുന്നു. ആഞ്ഞിലിച്ചക്ക വർഷകാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഔഷധ ഗുണങ്ങൾ ഉള്ളതായി ആയുർവേദ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആഞ്ഞിലിച്ചക്ക പഴുത്തു കഴിയുമ്പോൾ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിൽ ചുളകൾ കാണാം. ഫലം കൂടാതെ അല്ലക്കുരു, അയ്യനിക്കുരു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ വിത്തും വറുത്തു ഭക്ഷിക്കാറുണ്ട്. ചക്കയാവും മുൻപേ കൊഴിഞ്ഞു പോകുന്ന പൂവും കായുമല്ലാത്ത അവസ്ഥയിലുള്ള ഫലത്തെ അയിനിത്തിരി, അയ്യനിത്തിരി, ആഞ്ഞിലിത്തിരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ആഞ്ഞിലിമരം കൂടുതലും കേരളത്തിൽ കാണപ്പെടുന്നു. ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് ഈ മരം പൂക്കുന്നത്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ആഞ്ഞിലിയുടെ വിളവെടുപ്പ് കാലം. ആഞ്ഞിലിയുടെ ഇലകളിലും തണ്ടിലും ചെറിയ നാരുകളുണ്ട്. വെളുത്ത കറയുള്ള ഈ മരം നല്ല ഉറപ്പും ബലവുമുള്ളതാണ്. ഇതിൻ്റെ തടിക്ക് ഭാരം കുറവായതിനാൽ അറക്കാനും പണിയാനും എളുപ്പമാണ്. ആഞ്ഞിലിത്തടി വളരെ നീളത്തിൽ വളവില്ലാതെ വളരുന്നതിനാൽ മരപ്പണിക്കും പ്രത്യേകിച്ച് വിവിധ തരം വള്ളങ്ങളുടെ നിർമ്മാണത്തിനും ഇവ ഉപയോഗിക്കുന്നു. വെള്ളത്തിൽ കിടന്നാൽ കേടുവരില്ല, ചിതൽ എളുപ്പം തിന്നുകയുമില്ല.